ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ലേസിനെസ് മാറ്റാം. ഹൗ ടു ഓവർകം ലേസിനെസ്. മടിയെ നമുക്ക് എങ്ങനെ മാറ്റാം. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളെല്ലാവരും പറയാറുണ്ട്, നല്ല പഠിക്കാൻ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മടി ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പൊ ആ മടിയെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. എന്താണ് ഈ ലേസിനെസ്? എങ്ങനെയാണ് നമുക്ക് മടി ഉണ്ടാകുന്നത്? നമ്മളുടെ മടിയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ആണ്. എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ? മാറ്റിവെക്കുക. ഇപ്പൊ ചെയ്യേണ്ട കാര്യം നമ്മൾ മാറ്റിവെക്കുന്നു. അത് നാളത്തേക്ക് ചെയ്യാമല്ലോ, നാളെയും ടൈം ഉണ്ടല്ലോ, അടുത്ത ദിവസവും ടൈം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഈ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നില്ല. ഇന്നാണ് ഈ പ്രസന്റ് ടൈം ആണ് നമ്മുടെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഈ മടിയെ, ലേസിനെസ്സിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 4-5 ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസ് എ ഡേ. നമ്മൾ എണീക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. ആ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ടത് അതാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ആ ഒരു മോഡലിൽ കൊണ്ടുപോയാൽ നമുക്ക് അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മളുടെ ചുറ്റുപാടുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫോണിൽ ഉപയോഗമാണ്, നമ്മളുടെ ഫോണിന്റെ ഉപയോഗമാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുകയും വേണം. നമ്മുടെ സ്ക്രീനിങ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ എല്ലാ മൊബൈലുകളിലും സ്ക്രീനിങ് ടൈം മെഷർ ചെയ്യുന്നതുണ്ട്. അത് നമുക്ക് മെഷർ ചെയ്യാൻ വെക്കാം. അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ടൈം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഗെയിമിലും ഒക്കെ ആയിട്ട് ചെലവഴിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മൾ ഒഴിവാക്കുക, സ്ക്രീനിങ് ടൈം കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റു ജോലികൾ എടുക്കുന്നവർക്കും തന്നെ മാക്സിമം സമയം നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റും. ആ ലേസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫോണിന് അഡിക്റ്റ് ആയിരിക്കും. ആ ലേസിനെസ് കുറയ്ക്കാൻ ഫോണിന്റെ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. അടുത്തത് നമ്മളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ നമുക്ക് എക്സാം ഉണ്ട്, കുറച്ചധികം ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. നമ്മളൊരു 5 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്നുള്ള ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ അതിന് ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ഇന്ന ഭാഗം ഇന്ന സമയം കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കും എന്നുള്ളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നു. ആ ഡെഡ് ലൈൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യാതെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം, നമ്മൾ തന്നെ മുന്നോട്ട് അത് കൊണ്ടുപോവുകയും വേണം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാനും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ കൊണ്ടുവരാനും നമുക്കൊരു പോസിറ്റീവ് സ്പേസ് വേണം. ആ സ്പേസ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ചില ആളുകളൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഇടയിലൊക്കെ പോയിട്ട് ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ പോയിട്ട് റിലാക്സ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലെ പോസിറ്റിവിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലം വളരെ പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവായിട്ട് നല്ല അടുക്കും ചുറ്റയിലും അറേഞ്ച് ചെയ്ത ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് പഠനം എന്ന ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ ഈ മടി, ലേസിനെസ്, പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ടിപ്പുകൾ അതേപോലെ ഫോളോ ചെയ്യണം. നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മളുടെ ജോലിയിലും പ്രവൃത്തിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ചിന്തയോടുകൂടി, പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്